എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നാടൻ സ്റ്റൈലിൽ വിറകടുപ്പിൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി നോക്കാം. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറുണ്ടാനും അതുപോലെ തന്നെ പൊറോട്ടയ്ക്കൊക്കെ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് മുൻപായിട്ട് നമ്മളിത് നാട്ടിപ്പപ്പ പിടിച്ചൊരു വീഡിയോ ആണ്. അപ്പോഴാണ് നമുക്ക് ഇടാനായിട്ട് സമയം കിട്ടിയത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു അടിപൊളി ബീഫ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ് വിനീഗറൊക്കെ ഒഴിച്ചിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 4 വലിയ സവാള എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കറിവേപ്പില, അതിനങ്ങനെ അളവൊന്നുമില്ല, ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ 200 ഗ്രാം ചെറിയ ഉള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 ചെറിയ കുടം വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങാക്കൊത്ത്, അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞത്. ആദ്യം നമുക്ക് ഈ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അത് വെവ്വേറെ ഞാൻ ചതച്ച് എടുത്തിട്ടുണ്ട്. ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് ചതയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബീഫ് കറി തയ്യാറാക്കുന്നത് ഇതുപോലൊരു വലിയ ചട്ടിയിലാണ്. ചട്ടി നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ വിറകടുപ്പിലാണ് ഈ ഒരു ബീഫ് കറി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ഈ ഒരു ബീഫ് കറിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ബീഫ് കറി, ബീഫ് വരട്ടി ഇതൊക്കെ ചെയ്യുമ്പോൾ തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ആ ഒരു തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഇട്ട് കൊടുക്കുന്ന വീഡിയോ എങ്ങനെയോ എൻ്റെ അതിന് മിസ്സായി. അപ്പോൾ ഞാൻ ഉള്ളി ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ ഒരു ചട്ടിയാണ്. ഇതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ വലിയ ചട്ടിയിൽ നമ്മൾ ചിക്കനും ഒക്കെ വെക്കുന്ന ഈ ഒരു ചട്ടിയിലാണ്. അപ്പോൾ ഈ ഒരു ഉള്ളി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വെളുത്തുള്ളിയുടെ അളവ് ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ പറയാം. അപ്പോൾ ഈ ഒരു ടേബിൾ സ്പൂണിന് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഒരുപാടങ്ങ് അരഞ്ഞു പോരുത്. ഇതൊന്ന് ചതച്ചാണ് ഇടേണ്ടത്. അപ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഒരുപാടങ്ങ് അരഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് ഇങ്ങനെ ചതച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി വഴറ്റുമ്പോൾ അരിഞ്ഞിട്ടോ ഇടാവുന്നതാണ്. ഇനി ഇതിൻ്റെ എല്ലാം കൂടി പച്ചമണം നന്നായിട്ട് നമ്മളൊന്ന് മാറ്റിയെടുക്കണം. ഈ ഒരു ചട്ടിയിൽ അടിയിലൊന്നും പിടിക്കില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴലട്ടെ. ഇത് പുകയില്ലാത്ത അടുപ്പാണ്. അപ്പോൾ നമ്മൾ അരിയൊക്കെ വെക്കുന്ന ഈ ഒരു അടുപ്പിലാണ്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് പച്ചമുളകൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കിലോ ബീഫ് ആയതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. നിങ്ങൾ 1 കിലോ ബീഫാണെങ്കിൽ ഈ ഒരു അളവിൻ്റെ എല്ലാം പകുതി എടുത്താൽ മതി. അപ്പോൾ എല്ലാ അളവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു മുളക് പൊടി എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ മിക്സാണ്. കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയുടെ കൂടെ മിക്സാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ഏകദേശം 3.5 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും സെയിം അളവിൽ തന്നെ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി കുറച്ചൊന്ന് കൂട്ടിയും കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടികളെല്ലാം സെപ്പറേറ്റ് ഒന്ന് വറുത്തിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ബീഫൊക്കെ നമ്മൾ അടുപ്പിൽ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. 2 മണിക്കൂറിന് മേലെയൊക്കെ എടുക്കും അടുപ്പിൽ തന്നെ ഇരുന്ന് കുക്കാകുകയാണെങ്കിൽ. ഞാൻ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ബീഫ് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്.
ഇനി ഇതിലേക്ക് നമ്മളൊരു 3 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാലയുടെ റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാല തന്നെ ഇട്ട് കൊടുക്കാം. കടയിൽ നിന്നുള്ള വാങ്ങിക്കുന്ന മസാലയെക്കാട്ടിലും എപ്പോഴും ടേസ്റ്റ് വീട്ടിൽ തന്നെ പൊടിക്കുന്ന മസാലയ്ക്കാണ്. അപ്പോൾ ഗരം മസാല ഓൾറെഡി നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് സമയം വേണ്ടി വരില്ല. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കുക, ചെറുതാണെങ്കിൽ 1-2 നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ഞാനിവിടെ പച്ചക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേവിച്ചിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുക്കറിലിട്ട് 2-3 വിസിൽ, നിങ്ങളുടെ ഇറച്ചിയുടെ വേവ് അനുസരിച്ചിട്ട് അത്രയും വിസിലിട്ടിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കറി പെട്ടെന്ന് തന്നെ റെഡിയാകും. അല്ലാന്നുണ്ടെങ്കിൽ അടുപ്പിലാണ് നിങ്ങളിത് മുഴുവനും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറൊക്കെ എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. കാരണം ബീഫിന് ഒരുപാട് വേവ് കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബീഫ് കഷ്ണങ്ങളോട് ഇട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിതിന് മുൻപ് കഴിഞ്ഞ ദിവസം ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. 1 കിലോ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അത് നിങ്ങളതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പെർഫെക്റ്റ് മസാല ഒക്കെ ഉള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയപ്പോൾ കുറച്ചധികം റെസിപ്പികൾ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കുറേയൊക്കെ അപ്ലോഡ് ചെയ്തു. ഇനി ഒരു 3-4 കൂടെ ഒക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ബീഫ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ആ മസാല അതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മളിത് അടുപ്പിൽ വേവിക്കുന്നത് കാരണം ഇതിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. കുക്കറിലാണ് നിങ്ങൾ ബീഫ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ വെള്ളം അതിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പ് വെള്ളം നല്ല ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് മുതൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഗ്രേവി മതിയെങ്കിൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് മിക്സാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കത് നല്ല തീയിലിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് തീ വേണ്ട, അടിയിൽ പിടിക്കും. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ ഏകദേശം പകുതി വേവായി വന്നിട്ടുണ്ട്. ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ ബീഫിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പകുതി വേവാണ്. ഇനി പകുതി സമയം കൂടെ വേണം. ഏകദേശം 1 മണിക്കൂറൊക്കെ ആയപ്പോഴാണ് പകുതി വേവായത്. അപ്പോൾ 2 മണിക്കൂർ വേണം ഈ ഒരു കറി റെഡിയാകാനായിട്ട്, ഈ ഒരു ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട്. അപ്പോൾ പെട്ടെന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുക്കറിൽ തന്നെ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ട്, അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവസാനം നിങ്ങൾക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി ഇരിക്കും തോറും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിനും അതുപോലെ തന്നെ അപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ആ ഒരു ചാറൊക്കെ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ബീഫ് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്